വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാഹുൽ ഗാന്ധിക്ക് 72.8% പേർ വോട്ട് ചെയ്തിരിക്കും. ബാക്കിയൊന്നും നോക്കണ്ട. മോഡിക്ക് 10.6%. അങ്ങനെ വരുമ്പോൾ ക്ലിയർ അഡ്വാൻറ്റേജ് അഗെയിൻ. നോക്കൂ, സമദാനിക്ക് ആറ്റിങ്ങലും മലപ്പുറവും തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയർ ആണ്. ബാറ്റിയിൽ തന്നെ വളരെ ക്ലിയർ ആണ്. 72% എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഈ തവണയും തെരഞ്ഞെടുപ്പിൽ 60% മുകളിലുള്ള ആളുകൾ, 70% ആളുകളും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നെ അവിടെ അതിശയപ്പെടുത്തുന്നത് മമതാ ബാനർജിയെ ഇഷ്ടപ്പെടുന്ന 2.4%. അതിന് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ ആ പേര് അരവിന്ദ് കെജ്രിവാൾ ഈ അറിയില്ല എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നവരാണ്. കാരണം ഇത് ആരാണെന്ന് അറിയാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് സുജയ. ശശി തരൂരാണ് ഈ കേരളത്തെ നയിക്കേണ്ടത് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കോട്ടയായ മലപ്പുറത്ത് 3.4% മാത്രമാണ് കേരളം നയിക്കേണ്ടത് ശശി തരൂരാണെന്നല്ലേ പറഞ്ഞത്? രാജ്യം നയിക്കേണ്ടത് ശശി തരൂരാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞിട്ട് ആ വ്യത്യാസമാണ്. ആ പറഞ്ഞിട്ടില്ല. പക്ഷെ കൊണ്ടുപോയതിനു ശേഷം ഒരു അനുഭവം ഉണ്ടായല്ലോ. അതെ, ആ അനുഭവം ഉണ്ടായി. അതിനുശേഷമായിരിക്കും അതിനുശേഷമുള്ളതാണ്. അതായത് ഏക സിവിൽ കോഡ്, ഇസ്രായേല്, പാലസ്തീൻ. അതെ. അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമ്മളെത്തിയാൽ ഇനി എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെ വിലയിരുത്തുന്നത്? കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ് എങ്ങനെ? വളരെ മികച്ചത് 4.4%. വളരെ മികച്ചത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ വിലയിരുത്തൽ കൂടെ 11%. കാരണം മികച്ചത് 6.6%. മോശമെന്ന് പറഞ്ഞവർ 31%. വളരെ മോശം എന്ന് പറഞ്ഞത് 27%. കൂട്ടുനോക്കിയാൽ 58% കേന്ദ്ര സർക്കാരിനെതിരെ. അപ്പൊ വീണ്ടും സമദാനിക്ക് അനുകൂലമായ രാഹുൽ ഗാന്ധി വേണമെന്ന് പറഞ്ഞത് 71%. അതായത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള നേതാവ് പ്രധാനമന്ത്രിയാകണമെന്ന് പറയുന്നു. രണ്ടാമത്തത് വളരെ മികച്ച ഒരു MP ആണെന്ന് പറയുന്നത് 43%. വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമെന്ന് പറയുന്നത് 48%. ഇപ്പോഴത്തെ MP മൂന്ന് ഘടകങ്ങൾ ചേരുമ്പോൾ ക്ലിയർ അഡ്വാൻറ്റേജ് സമദാനി. അടുത്ത